ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറ്റി വാളരിപ്പയറിൻ്റേതാണ്. നമ്മുടെ കുറ്റി വാളരിപ്പയർ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറ്റി വാളരിപ്പയർ പൂവിടാനായിട്ട് ഞാൻ എന്ത് വളമാണ് ചെയ്ത് കൊടുത്തതെന്ന് ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടു പോകരുത്. അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഈ കുറ്റി വാളരിപ്പയറിൻ്റെ തൈ കൃഷിഭവനിൽ നിന്നും കിട്ടിയതായിരുന്നു. ഞാനത് നടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പയറിൽ ചൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് പൂ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിൽ പാഴാക്കി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത് കമ്പോസ്റ്റാക്കി മാറ്റി നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ വളമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെ പച്ചച്ചാണകമൊക്കെ കിട്ടുവാണെങ്കിൽ പച്ചച്ചാണകം പുളിപ്പിച്ച് വെച്ചിട്ട് അത് നേർപ്പിച്ച് നമ്മുടെ പച്ചക്കറി ചെടികളുടെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പൂവിടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. പച്ചച്ചാണകം പുളിപ്പിച്ച് ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഒരടപ്പ് ഫിഷ് അമിനോ ആസിഡും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആണ് നമ്മൾ വളമായിട്ട് ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെയൊക്കെ ഫിഷ് അമിനോ ആസിഡും കൂടെ പച്ചച്ചാണകത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ പെട്ടെന്ന് പൂവിടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ വളം കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചാരം കമ്പോസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ചാരമൊക്കെ നമ്മളിതുപോലെ പാഴാക്കി കളയാതെ അത് കമ്പോസ്റ്റ് ആക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല വളമാണ്. നമ്മുടെ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് പൂവിടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. ഇതൊന്നും നമുക്ക് പൈസ മുടക്കിയുള്ള ചെയ്യുന്ന വളങ്ങളൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ പാഴാക്കി കളയുന്ന വസ്തുക്കൾ കൊണ്ട് ചെയ്യാൻ പറ്റിയ വളങ്ങളൊക്കെയാണ്. പിന്നെ ചാണകപ്പൊടി നമ്മൾ പൈസ മുടക്കി വാങ്ങിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വളങ്ങളൊക്കെ ഞാൻ അല്ലാതെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്നവയാണ്. ഈ പച്ചച്ചാണകം കിട്ടാനില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചിലകളൊക്കെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഇട്ടിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അത് നേർപ്പിച്ച് നിങ്ങൾക്ക് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പച്ചച്ചാണകത്തിൻ്റെ അതേ ഫലം തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.